മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ വീണ്ടും പോസ്റ്റർ. നാദാപുരം മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. നാദാപുരത്ത് മുല്ലപ്പള്ളിയെങ്കിൽ നിലം തൊടാതെ തോൽപ്പിച്ചിരിക്കുമെന്ന് പോസ്റ്റർ പറയുന്നു. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ഇന്നലെ വടകര, മുക്കാളി, ചോമ്പാല മേഖലകളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സിനോയ് തോമസ് ഉണ്ട്. സിനോയ് തോമസ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വയസ്സ് 82, 7 തവണ MP, 2 തവണ കേന്ദ്രമന്ത്രി. മുല്ലപ്പള്ളിയെ നാദാപുരത്തേക്ക് ആനയിക്കുന്ന നാദാപുരത്തെ ലീഗിലെ മണ്ഡലം നേതൃത്വത്തോട് ആരാണ് ഈ പറയുന്നത്? സിനോജ് തോമസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. പതിവായി സേവ് കോൺഗ്രസ് എന്ന പേരിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും പോസ്റ്ററുകൾ കാണാറുണ്ട്. അതൊരു പേര് മാത്രമാണ്, സേവ് കോൺഗ്രസ്. ആ പേരിലാണ് പോസ്റ്ററുകൾ കണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് 2ാം ദിനമാണ് മുല്ലപ്പള്ളിക്കെതിരെ ഇങ്ങനെ കോഴിക്കോട് ജില്ലയിൽ പോസ്റ്ററുകൾ വരുന്നത്. കാരണം ബത്തേരിയിൽ ഇപ്പോൾ നേതൃയോഗം കോൺഗ്രസ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു സമ്മർദ്ദ തന്ത്രമാകാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം നാദാപുരത്ത് മുല്ലപ്പള്ളി വന്നു കഴിഞ്ഞാൽ വിജയിക്കുമെന്ന ഒരു ചർച്ച UDF-നുള്ളിൽ, പ്രത്യേകിച്ച് ലീഗിനുള്ളിലൊക്കെ തന്നെ നടന്നിരുന്നു. അതുകൊണ്ട് മുല്ലപ്പള്ളിയെ നാദാപുരത്ത് ഇറക്കണമെന്ന രീതിയിലൊക്കെ ചർച്ചകളൊക്കെ തന്നെ നടന്നിരുന്നു. അതിനെതിരെയാണ് ഒരു വിഭാഗം ആളുകൾക്ക് എതിർപ്പുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നലെ വടകരയിൽ, മുക്കാളി, ചോമ്പാല മേഖല മുല്ലപ്പള്ളിയുടെ ജന്മനാടാണ്. അവിടെയും ഇതേ പേരിൽ തന്നെ സേവ് കോൺഗ്രസിന്റെ പേരിൽ ഇതേ ക്യാപ്ഷൻ തന്നെയാണ്. മുല്ലപ്പള്ളിക്ക് 52 വയസ്സ്, 7 തവണ MP, 2 തവണ കേന്ദ്രമന്ത്രി, AICC സെക്രട്ടറി, KPCC പ്രസിഡന്റ്. എന്നിട്ട് അധികാരക്കൊതി തീർന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റർ വടകര മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതേ കണ്ടന്റ് തന്നെയാണ് ഇപ്പോൾ നാദാപുരം മണ്ഡലത്തിലെ വാണിമേൽ, വളയം, കല്ലാച്ചി തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിന് പിന്നിൽ കുറച്ച് ആളുകൾ തന്നെയായിരിക്കും. കാരണം സെയിം കണ്ടന്റാണ്, സെയിം പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മുല്ലപ്പള്ളിന് മത്സരിക്കേണ്ടതില്ല, വന്നു കഴിഞ്ഞാൽ നിലം തൊടാതെ തോൽപ്പിച്ച് കളയുമെന്ന മുന്നറിയിപ്പാണ് അവിടെ നൽകിയിരിക്കുന്നത്. പക്ഷേ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇതുവരെ സ്ഥാനാർത്ഥി ചർച്ചകൾ ഔദ്യോഗികമായി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത് കോൺഗ്രസ്സുകാരല്ല, അല്ലെങ്കിൽ UDF-കാരല്ല എന്നാണ് ഷാഫി പറമ്പിൽ ഇന്നലെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ പോസ്റ്ററുകൾ കോൺഗ്രസിനും UDF-നും ചെറിയ തലവേദനയാകുന്നുണ്ട്. കാരണം വലിയൊരു വിജയപ്രതീക്ഷ ഇത്തവണ കോൺഗ്രസ് കോഴിക്കോട് കാണുന്നുണ്ട്. കോൺഗ്രസിന്റെ ഒരു MLA ഉണ്ടാകും, ഒരു MLA-യുടെ അക്കൗണ്ട് കോഴിക്കോട് തുറക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കല്ലുകടി ഈ മേഖലകളിൽ നിന്നുണ്ടാകുന്നത്. മുതിർന്ന നേതാവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം കുറച്ചു കാലമായിട്ട് പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അദ്ദേഹം വടകര കേന്ദ്രീകരിച്ചും കോഴിക്കോട് കേന്ദ്രീകരിച്ചൊക്കെ തന്നെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നേതൃത്വം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം മത്സരിക്കാനും തയ്യാറാകും. അങ്ങനെയാണ് ലീഗ് ഉൾപ്പെടെയുള്ള നേതൃത്വം നാദാപുരത്ത്, അത് CPI-യുടെ സിറ്റിംഗ് സീറ്റാണ്, അവിടേക്ക് മുല്ലപ്പള്ളി ഇറക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിരിക്കുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ പോസ്റ്റർ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. അരുകുമാർ, ഓക്കെ, താങ്ക് യു സിനോജാണ് വിവരങ്ങൾ നൽകിയത്.